അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബയോളജിയിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, നമ്മൾ 33ാമത്തെ ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നതിൽ ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ ലിഗേസ്, ബി പ്ലാസ്മിഡ്, സി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഡി ഇൻസുലിൻ. ഏതാണ്? പ്ലാസ്മിഡ് ആണ്. ഇതൊക്കെ SCERT വായിക്കണം കേട്ടോ. SCERT പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താണ് സാധനം എന്നൊക്കെ ഒന്ന് കിട്ടും. അല്ലാതെ ഇതിന് ആൻസർ പ്ലാസ്മിഡാണ് അങ്ങനെ മനസ്സിലാക്കാതെ എന്താണ് പ്ലാസ്മിഡ് എന്നൊക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ഇവർ കൊടുത്തിട്ടുള്ളതെന്ന് വായിച്ചു നോക്കാം. അപ്പം DNA ഫുൾ ഫോം ആണ് പറയുന്നത്. DNA എന്താണ്? DNA ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് എന്ത്? DNA. ചുറ്റുഗോവണി പ്രകാരം DNA തന്മാത്ര എത്ര ഇഴകൾ ചേർന്നതാണ്? നമുക്കറിയാം അല്ലേ, DNA ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരു ചുറ്റുഗോവണി മാതൃകയല്ലേ DNAക്കുള്ളത്. എത്ര ഇഴകളുണ്ട്? ഒന്നിവിടെയുണ്ട്, ഒന്നിവിടെയുണ്ട്. 2 ഇഴകൾ ചേർന്നിട്ടാണ് അല്ലേ നമ്മളെ DNA തന്മാത്ര ഉള്ളത്. ഓക്കെ, അപ്പോൾ ചുറ്റുഗോവണി മാതൃക DNA തന്മാത്ര എത്ര ഇഴകൾ ചേർന്നാണുള്ളത്? 2. ഓക്കെ, അടുത്തത് ഏത് തരം യൂണിറ്റുകൾ ചേർന്നാണ് DNA തന്മാത്ര ഉണ്ടാകുന്നത്? ഇമ്പോർട്ടൻറ്റ്, ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് DNA തന്മാത്രയായിട്ട് മാറുന്നത്. ന്യൂക്ലിയോടൈഡിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാര തന്മാത്ര, ഫോസ്ഫേറ്റ് തന്മാത്ര, നൈട്രജൻ ബേസ്. ഓക്കെ, പഞ്ചസാര തന്മാത്ര ഡിയോക്സി റൈബോസ് ആണ് പഞ്ചസാരേൻ്റെ യൂണിറ്റ് അതിൽ പറയുന്നത്. പഞ്ചസാര തന്മാത്ര, ഫോസ്ഫേറ്റ് തന്മാത്ര, നൈട്രജൻ ബേസ്. അതിങ്ങനെ ഒരു ചിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ചിത്രം പഠിക്കുന്നില്ലേ? അതാണ് കേട്ടോ. അത് ന്യൂക്ലിയോടൈഡിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഡിയോക്സി റൈബോസ് പഞ്ചസാരയുള്ള ജനിതക വസ്തു ഏതാണ്? DNA ആണ്. അതന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ന്യൂക്ലിയോടൈഡുകളാണ് അതിൻ്റെ ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയുണ്ട്? ഒരു നൈട്രജൻ തന്മാത്രയുണ്ട്, ഫോസ്ഫേറ്റ് തന്മാത്രയുണ്ട്, ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട് അതിനകത്ത് കേട്ടോ. DNA എത്ര തരം ന്യൂക്ലിയോടൈഡുകളാണുള്ളത്? 4 തരം ന്യൂക്ലിയോടൈഡുകളാണുള്ളത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, DNA നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഓക്കെ, ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് എന്തെന്ന് പറയുന്നത്? ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത്? ജനിതക എഞ്ചിനീയറിംഗ്. അപ്പം ജീവികളുടെ ജനിതക ഘടനയിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തിലൂടെ സാധിക്കുന്നുണ്ട്? ജനിതക എഞ്ചിനീയറിംഗിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ജീനുകളെ മുറിച്ചു മാറ്റാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ഞാൻ ജീവി എന്നാണോ വായിച്ചത്? ജീന് കേട്ടോ, ജീനുകളെ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതാണ് എന്ത് എന്നും അറിയപ്പെടുന്നത്? ജനിതക കത്രിക. നമ്മൾ മുറിച്ചു മാറ്റുമല്ലേ, അപ്പം മുറിച്ചു മാറ്റുക കത്രിക ഉപയോഗിച്ചല്ലേ നമ്മൾ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ. ജീനുകളെ വിളക്കി ചേർക്കാൻ, യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്? ലിഗേസ് ആണ് ഉപയോഗിക്കുന്നത്. ലിഗേസ് ആണ്. അതിപ്പോൾ നമ്മൾ ലിഗമെൻ്റ് എന്നൊക്കെ പഠിക്കാറില്ലേ ബയോളജിയിൽ? അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ലിഗമെൻ്റ് നമ്മൾ അസ്ഥി പഠിക്കുമ്പോൾ ലിഗമെൻ്റ് പഠിക്കുന്നില്ലേ, സ്നായുക്കൾ. അതിൻ്റെ റോള് പോലെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ജീനുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്
ഒട്ടാൻ വേണ്ടിയിട്ട് ആരെ സഹായിക്കുന്നത്? ലിഗേസ് ആണ്. അതാണ് ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ലിഗേസ് ആണ്. അപ്പം ജനിതക കത്രിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഇതിൽ പറയാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 34ാമത്തെ ചോദ്യം നോക്കിയാലോ? ഓക്കെ, ഇത് നോക്കൂ. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിൻ്റെ പേര് എന്താണ്? ഒന്നും കൂടി നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി. ഞാൻ ഓപ്ഷൻസ് പറയാം. എ രാസപരിണാമ സിദ്ധാന്തം, ബി ഉൽപരിവർത്തന സിദ്ധാന്തം, സി പാൻസ്പെർമിയ സിദ്ധാന്തം, ഡി യുറേ മില്ലർ സിദ്ധാന്തം. ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ആൻസർ ഏതാ വരിക? പാൻസ്പെർമിയ സിദ്ധാന്തമാണ്. എന്താണ് പറയുന്നത്? പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഇങ്ങനെ പറയുന്നത് ഏത് സിദ്ധാന്തത്തിലാണെന്നായിരുന്നു ചോദ്യം. പാൻസ്പെർമിയ സിദ്ധാന്തമാണ് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വായിക്കാം. അപ്പം ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലം ആയാണ് ജീവൻ ഉത്ഭവിച്ചത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏത്? രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ എന്താണ് രാസപരിണാമ സിദ്ധാന്തം പറയുന്നത്? പണ്ട് ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ജീവൻ ഉണ്ടായത് എന്നാണ് രാസപരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ രാസവസ്തുക്കളുടെ പരിണാമത്തിലൂടെ ഉണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് രാസപരിണാമ സിദ്ധാന്തം. ഇതിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? ഇമ്പോർട്ടൻ്റ് ആണ്, A.K. ഒപ്പാരിൻ. ഈ ഒപ്പാരിൻ എന്നുള്ളതിൽ തന്നെ നമുക്ക് രാസപരിണാമം എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, രാസപരിണാമം. പിന്നെ JBS ഹാൽഡേനും ഉണ്ട് കേട്ടോ. അപ്പോൾ A.K. ഒപ്പാരിനും JBS ഹാൽഡേനും ഉണ്ട്. ഇത് രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഇടിമിന്നൽ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇടിമിന്നൽ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇനി രാസപരിണാമ സിദ്ധാന്തത്തെ സഹായിച്ച ലഘു ജൈവ കണികകൾ ഏതൊക്കെയാണ്? അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, ഫാറ്റി ആസിഡുകൾ. രാസപരിണാമ സിദ്ധാന്തത്തിൽ ഉൾപ്പെട്ട സങ്കീർണ ജൈവ കണികകളാണ് ഏതൊക്കെയാണ്? പ്രോട്ടീന്, പോളിസാക്കറൈഡ്, ന്യൂക്ലിയോടൈഡുകൾ, കൊഴുപ്പ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത ഭാഗം അടുത്തത് വായിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ രാസപരിണാമ സിദ്ധാന്തമാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ, നീരാവി എന്നിവ ചേർന്ന് ആദിമ ഭൗമാന്തരീക്ഷത്തെ കൃത്രിമമായി രൂപപ്പെടുത്തി രാസപരിണാമ സിദ്ധാന്തം പരീക്ഷണത്തിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ഏത്? രാസപരിണാമ സിദ്ധാന്തം. എങ്ങനെയൊക്കെയാണ്? മീഥെയിന്, അമോണിയ, ഹൈഡ്രജൻ, നീരാവി എന്നിവ ചേർത്ത് ആദിമ ഭൗമ അന്തരീക്ഷത്തെ എന്ത് ചെയ്തു? കൃത്രിമമായിട്ട് രൂപപ്പെടുത്തി. അങ്ങനെ പരീക്ഷണത്തിലൂടെ ഇത് തെളിയിച്ചത് ആരാണ്? ഹരോൾഡ് യുറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. ഇതായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഹരോൾഡ് യുറേ ആൻഡ് സ്റ്റാൻലി മില്ലർ ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പരീക്ഷണത്തിലൂടെ ഈ രാസപരിണാമ സിദ്ധാന്തം തെളിയിച്ചത്. ഓക്കെ, യുറേ മില്ലറിൻ്റെ പരീക്ഷണ സംവിധാനത്തിൽ രാസപ്രവർത്തനത്തിന് ശേഷം രൂപപ്പെട്ട ജൈവ കണികകൾ അമിനോ ആസിഡുകൾ ആയിരുന്നു. ഓക്കെ, ഈ ഒരു പരീക്ഷണ സംവിധാനത്തിൽ രാസപ്രവർത്തനം നടന്നതിന് ശേഷം രൂപപ്പെട്ട ജൈവ കണികകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിനോ ആസിഡുകൾ ആണ്. വ്യതിയാനങ്ങൾ അടുത്തത് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ രാസപരിണാമം പഠിച്ചു, രാസപരിണാമത്തിൻ്റെ പരീക്ഷണവും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഏത്? ഉൽപരിവർത്തന സിദ്ധാന്തം. എന്താണ്? ഉൽപരിവർത്തന സിദ്ധാന്തം. ഓക്കെ,
അപ്പോൾ പാരമ്പര്യമായിട്ട് വ്യതിയാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു. ഇങ്ങനെ വിശദീകരിക്കുന്നതാണ് ഇത് ഉൽപരിവർത്തന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രജ്ഞരാരാണ്? ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹ്യൂഗോ ഡീവ്രിസ് ആണ് കേട്ടോ. ഹ്യൂഗോ ഡീവ്രിസ്. അപ്പോൾ നമ്മൾ പാൻസ്പെർമിയ പഠിച്ചു, രാസപരിണാമ സിദ്ധാന്തം പഠിച്ചു, ഇപ്പം എന്തും പറഞ്ഞു? ഉൽപരിവർത്തന സിദ്ധാന്തവും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ സിമ്പിളായിരുന്നു, പെട്ടെന്ന് തീർന്നു പോയി അല്ലേ? സാരില്ല, ഞാൻ അടുത്ത 2 ചോദ്യങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. വേഗം തന്നെ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ചെറുതായി പോയി. ഓക്കെ, സാധാരണ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും 20 മിനിറ്റോളം ഉണ്ടാവാറുണ്ടായിരുന്നു. എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ പഠിക്കുക. SCERT മാക്സിമം വായിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് സയൻസൊക്കെ SCERT ഫോക്കസ് ചെയ്ത് തന്നെ വായിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.